നമസ്കാരം. ഈ വീഡിയോയിൽ ഷെങ്കൻ വിസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഷെങ്കൻ വിസ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക, അതിനെന്തെല്ലാം മാനദണ്ഡങ്ങളാണ്, ഷെങ്കൻ വിസ കൊണ്ടുള്ള ഗുണങ്ങൾ, അത് ഏതെല്ലാം രാജ്യങ്ങളിൽ നമുക്ക് ഷെങ്കൻ വിസ ഉപയോഗിച്ച് പോകാം എന്നൊക്കെയുള്ളതാണ്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളും ഷെങ്കൻ വിസ മാതൃകയിൽ ഒരു വിസ സംവിധാനം ഏർപ്പെടുത്താൻ പോകുന്നു എന്ന് അവര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാ അറബ് രാജ്യങ്ങളും ഉൾക്കൊണ്ട് ഒറ്റ വിസയിൽ നമുക്ക് പോയി വരാവുന്ന തരത്തിലായിരിക്കും ആ സംവിധാനം. ഷെങ്കൻ വിസയിലും അതുപോലെ തന്നെയാണ്. നമുക്ക് ആ വിസയുടെ എല്ലാ കാര്യങ്ങളിലേക്കും കടക്കാം. മുഴുവൻ കാര്യങ്ങളും ഒരുപക്ഷെ ഈ ചാനലിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരത്തില്ല. ഇതിന്റെ ബാക്കി ഭാഗം അങ്ങനെ വന്നാൽ അടുത്തതിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഷെങ്കൻ വിസ സമ്പ്രദായം നിലവിൽ വന്നത് 1985-ലാണ്. യൂറോപ്യൻ യൂണിയനിൽ ആദ്യം 7 രാജ്യങ്ങൾ മാത്രമായിരുന്നു ഈ ഷെങ്കൻ സംവിധാനത്തിൽ വന്നത്. പിന്നീടാണ് ഇന്ന് 29 രാജ്യങ്ങൾ കൂടെ വന്നത്. 25 ഈയിടെ ബൾഗേറിയ ഉൾപ്പെടെയുള്ളത് വന്നപ്പോഴാണ് 29 ആയത്. ഇപ്പോഴാണെങ്കിൽ കഴിഞ്ഞ വർഷത്തേതിലും 10 യൂറോയും കൂടെ അവര് ഫീസ് വർധന വരുത്തിയിട്ടുണ്ട്. നേരത്തെ 80 യൂറോ ആയിരുന്നത് ഇന്ന് 90 യൂറോയോളം ആയിട്ടുണ്ട് വിസയുടെ ഫീസായിട്ട്. ഏകദേശം നമ്മുടെ 8000 സംതിങ് വരും അതിന്റെ ഫീസ് ഇനത്തിൽ വരുമ്പോൾ. അത് ഇവരെ ഫീസ് വർദ്ധിപ്പിക്കുന്നത് തന്നെ 3 വർഷം കൂടുമ്പോഴാണ്. ഫീസ് പൊതുജനാഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് 3 വർഷം കൂടുമ്പോഴാണ് ഫീസ് വർധന വരുത്തുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഈ ഫീസ് വർധന ഇവരുടെ അംഗരാജ്യങ്ങൾക്ക് എല്ലാവർക്കും തന്നെ താല്പര്യം ഉള്ളതല്ല. കാരണം ടൂറിസവുമായി ബന്ധപ്പെട്ട യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾക്ക് ഫീസ് വർധനവ് അവരുടെ അഭിപ്രായത്തിൽ അവിടേക്ക് വരുന്ന ആൾക്കാരുടെ സന്ദർശകരുടെ എണ്ണത്തിൽ കുറവ് വരും എന്നുള്ള ഒരു ഭയം അവർക്കുണ്ട്. എങ്കിലും ഫീസ് വർധനവ് നിലവിൽ വന്നു കഴിഞ്ഞു. ജീവിത ചുറ്റുപാടുകൾക്കനുസരിച്ച് മെച്ചമായ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് നാട്ടിൽ തൊഴിൽ ലഭിക്കാതെ വരുമ്പോഴാണ് നാം മറ്റു രാജ്യങ്ങളിലേക്ക് ജോലി അന്വേഷിച്ച് പോകാറുള്ളത്. അങ്ങനെ നോക്കുമ്പോഴാണ് ഷെങ്കൻ വിസ നല്ലതെന്ന് തോന്നുന്നത്. ഞാൻ അഹമ്മദ് കബീർ, കോട്ടയം, അൽ ജസീറ ഹോളിഡേഴ്സിൽ നിന്നും. വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് വിസ സംബന്ധമായും ടിക്കറ്റ് സംബന്ധമായും യാത്രാ സംബന്ധമായ എല്ലാ കാര്യങ്ങളും എൻ്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 25 യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ മൊത്തം 29 രാഷ്ട്രങ്ങളാണ് ഷെങ്കൻ മേഖലയിലുള്ളത്. ഈ രാജ്യങ്ങളെല്ലാം സന്ദർശിക്കാവുന്ന ഒറ്റ വിസ സംവിധാനത്തെയാണ് ഷെങ്കൻ വിസ എന്ന് നമ്മൾ പറയുന്നത്. ഈ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് വേണമെങ്കിൽ നമുക്ക് നോക്കാം. ബെൽജിയം ഉണ്ട്, ക്രൊയേഷ്യ ഉണ്ട്, ചെക്ക് റിപ്പബ്ലിക് ഉണ്ട്, ഡെൻമാർക്ക്, ജർമ്മനി, ഗ്രീസ്, സ്പെയിന്, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, ഹംഗറി, മൾട്ട, നെതർലാൻഡ്സ്, പോളണ്ട്, ഓസ്ട്രിയ, പോർച്ചുഗൽ, റൊമേനിയ, ഫിൻലാൻഡ്, സ്വീഡൻ, സ്വിറ്റ്സർലാൻഡ്, നോർവേ. ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഷെങ്കൻ വിസയിൽ വരുന്നതാണ്. ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ നമുക്ക് സന്ദർശിക്കാവുന്നതാണ്. പക്ഷെ ഷെങ്കൻ വിസ കിട്ടുക എന്നത് വളരെ ബുദ്ധിമുട്ടും ചെലവേറിയതുമാണ്. ഏകദേശം ഒരു 45 ദിവസം എങ്കിലും ഈ വിസ സംവിധാനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ നാം ഏർപ്പെടേണ്ടതുണ്ട്. നമുക്ക് ബാങ്ക് ബാലൻസ്, അതുപോലെ നാട്ടിലെ വെരിഫിക്കേഷൻസ്, അതുപോലെ അവിടെ തങ്ങുന്നതിനുള്ള സാഹചര്യങ്ങൾ, നമ്മുടെ പേരിൽ യാതൊരുവിധ ആ രാജ്യങ്ങളിൽ ഇതിനു മുമ്പ് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും നമ്മൾ യാതൊരുവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെന്നും അത്തരം എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുള്ള ഡോക്യുമെന്റ്സ്. കാരണം നമ്മുടെ പേരിൽ യാതൊരുവിധ കേസുകളും ഉണ്ടായിട്ടില്ല, നമ്മളൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആള് അല്ല, കൂടുതൽ രാജ്യങ്ങളിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് എന്നതെല്ലാം തെളിയിക്കുന്ന രേഖ നമ്മൾ ഹാജരാക്കിയാൽ മാത്രമേ നമുക്ക് ഷെങ്കൻ വിസ ലഭിക്കുകയുള്ളൂ. ഷെങ്കൻ വിസ ലഭിക്കാൻ വളരെ എളുപ്പമുള്ള കാര്യമല്ല. ഏകദേശം 45 ദിവസം ഏറ്റവും കുറഞ്ഞത് വിസയ്ക്ക് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ ഡോക്യുമെന്റ്സുകളെല്ലാം കൃത്യമായി ഹാജരാക്കിയാൽ തന്നെ ഇത്രയും ദിവസം എടുക്കും ഈ വിസ ലഭിക്കാൻ.
ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇതിനു മുമ്പ് പല രാജ്യങ്ങളിൽ സന്ദർശിച്ചതായിട്ടുള്ള രേഖകൾ ഹാജരാക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പേരിൽ നമ്മുടെ സ്വദേശത്തോ വിദേശത്തോ യാതൊരുവിധ കേസുകളും ഉണ്ടാവാൻ പാടില്ല. ഇന്ത്യക്കാർക്കായി യൂറോപ്യൻ യൂണിയൻ ഒരു പുതിയ വിസ സംവിധാനം ഈ അടുത്തിടെ ആവിഷ്കരിച്ചിരുന്നു. അതിന് കാസ്കോഡ് എന്നാണ് അതിന്റെ പേര്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾക്ക് 2 വർഷവും പിന്നീട് 5 വർഷവും അവിടെ തങ്ങാം. അത് അർഹരായവർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഷെങ്കൻ വിസയ്ക്ക് ഇത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും ആവശ്യക്കാർ ധാരാളമാണ്. വിസ സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഷെങ്കൻ വിസയുടെ കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ വരുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ അറിയാനും ട്രാവൽ സംബന്ധമായും വിദേശ തൊഴിൽ സംബന്ധമായും വിസയുടെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി നിങ്ങൾക്കറിയണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.